അപ്പൊ ഇന്ന് നമ്മളൊരു അടിപൊളി ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. വളരെ ഈസി ആയിട്ട് അധികം മസാലയൊന്നും ഇല്ലാണ്ട് നല്ല കിഡിലൻ ഒരു ഫിഷ് ബിരിയാണി കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ. ലെറ്റ്സ് ഗോ. അപ്പൊ ഈ കാണുന്നത് നമ്മുടെ ഫിഷ് ബിരിയാണിയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള മസാല കൂട്ടാണ് കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അളവ് ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഈ സിനമണൊക്കെ ഒന്ന് കൈകൊണ്ട് ചെറുതായിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അത് പൊടിയൂല കേട്ടോ, അടിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള സ്പൈസസും കൂടെ പൊടിച്ചിട്ട് ഈ ഒരു പരിവാക്കിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ഒരു ബ്ലെൻഡറിന്റെ ജാറിലേക്ക് 10-25 വെളുത്തുള്ളിയുടെ അല്ലി ഇട്ട് കൊടുക്കാം. 2 ഈ വലുപ്പത്തിലുള്ള വലിയ കഷ്ണം ഇഞ്ചി അരയാൻ വേണ്ടി എളുപ്പത്തിന് ചെറുതായിട്ടൊന്ന് ഡൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 10-25 പച്ചമുളകും കൂടി ഇട്ട് അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. ഇതേപോലെ ഇരിക്കണം കേട്ടോ. ഞാനിവിടെ 1 കിലോ തൂക്കമുള്ള ബാസ ഫില്ലറ്റാണ് എടുക്കുന്നത്. അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് ഞാനിത് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. ഇത് നോക്കിയാൽ നല്ല അലുവ കഷ്ണം പോലെ ഇരിക്കണം ബാസ ഫില്ലറ്റ്. അപ്പൊ ഈ അരിഞ്ഞ ബാസ എല്ലാവരും ബൗളിലേക്ക് ഇട്ടിട്ട് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ നമ്മൾ അടിച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിന്റെ പേസ്റ്റ്, 1 ടീസ്പൂൺ ഉപ്പും, കുറച്ച് കറിവേപ്പിലയും 2-3 ടേബിൾ സ്പൂൺ വിനാഗിരി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് 1-2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. എന്നിട്ട് ഒരു പാനിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ബാസമീൻ ഓരോന്നോരോന്ന് പെറക്കിയിട്ടിട്ട് നമുക്ക് വറുത്ത് കോരി എടുക്കാം കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, 5-6 മിനിറ്റെങ്കിലും നല്ല ഹൈ ഹീറ്റിൽ ഒരു സൈഡ് നല്ലോണം മൊരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ വേണം കേട്ടോ ഫ്ലിപ്പ് ചെയ്യാൻ. ഇത് നല്ല സോഫ്റ്റ് മീൻ ആയതുകൊണ്ട് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കുറച്ച് കെയർഫുൾ ആയിരിക്കും കേട്ടോ. ഇനി ഒരു പോട്ടിലേക്ക് ആ മീൻ വറുത്ത എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 വലിയ സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിന്റെ പേസ്റ്റിൽ നിന്ന് 1 ടീസ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 2 പഴുത്ത തക്കാളി ഡൈസ് ചെയ്തതും നമ്മൾ അടിച്ചു വെച്ച ബിരിയാണി മസാലയും ബാക്ക് യാർഡിൽ നിന്ന് ഫ്രഷ് ആയിട്ട് പറിച്ച കുറച്ച് മിന്റ് ലീഫും മല്ലിയിലയും ചെറുതായിട്ട് ഡൈസ് ചെയ്തത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഇട്ട് കൊടുക്കണില്ല, കുറച്ച് റൈസ് കുക്ക് ചെയ്യുമ്പോഴും ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാം വഴന്ന് ഈ ഒരു പരിവായി കഴിയുമ്പോഴേ പകുതി നാരങ്ങയുടെ നീരും 3 ടേബിൾ സ്പൂൺ യോഗട്ടും കുറച്ച് കറിവേപ്പിലയും ഫ്രൈഡ് ഓണിയനും പിന്നെ വർക്ക് പ്ലേസിൽ നിന്ന് കിട്ടിയ 10-25 സ്റ്റീം ചെയ്ത ജിമിട്ടൻ ചെമ്മീനും ഇട്ടിളക്കി അടച്ചു വെച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇനി വേറൊരു പോട്ടിൽ 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ ഗീയും പട്ടഗ്രാമ്പു ഏലക്കയും പകുതി സവാള സ്ലൈസ് ചെയ്തതും നേരത്തെ മാറ്റി വെച്ച 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിന്റെ പേസ്റ്റും പിന്നെ ഈ റിസ്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ജീരകശാല റൈസ് 2.5 കപ്പ് ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ കൂട്ടുകാരന്റെ ബ്രാൻഡാണ്, നാട്ടിൽ കിട്ടുന്ന അതേ ജീരകശാല റൈസ് ആണ് കേട്ടോ. അപ്പൊ ആ റൈസ് ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടേ കുറച്ച് മല്ലിയിലയും പുതിനയിലയും 4 കപ്പ് വെള്ളം 1 ടീസ്പൂൺ ഉപ്പും പകുതി നാരങ്ങയുടെ നീരും ഇട്ട് റൈസ് ഒക്കെ ഒന്ന് പൊങ്ങി കഴിയുമ്പോൾ നല്ല പഴുത്ത പൈനാപ്പിൾ ഡൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് റൈസ് ഒരു 95% കുക്കായി കഴിയുമ്പോൾ ആ മസാലയിലേക്ക് 1/4 ഭാഗം ഇട്ടിട്ട് ഇളക്കിയിട്ട് ആ ഫ്രൈ ചെയ്ത് മീൻ ഇടയിൽ ഇട്ടിട്ട് മല്ലിയില പുതിനയില ഫ്രൈഡ് ഓണിയൻ വീണ്ടും ഒരു ലെയറും കൂടെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ഫോയിലിട്ട് മൂടി അടച്ചു വെച്ചിട്ട് 1 മണിക്കൂറെങ്കിലും തമ്മിലിരിക്കട്ടെ കേട്ടോ. ആ ഫോയിലൊക്കെ അങ്ങോട്ട് മാറ്റി കഴിയുമ്പോഴേ ഒരു മണം അങ്ങോട്ട് വരും. ഇത് നേരെ ഒരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് തട്ടിയിട്ടുണ്ടല്ലോ, അങ്ങനെ തന്നെ കഴിക്കാം. ഈ അച്ചാറിന്റെ കിച്ചാറിന്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. സംഭവം എല്ലാം കൂടെ കുഴച്ച് കഴിക്കാനേ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. അടിപൊളി കേട്ടോ. എപ്പോഴും ഞാൻ മാത്രമാണല്ലോ തിന്നിട്ട് അഭിപ്രായം പറയണത്. എന്റെ കൂട്ടുകാരന് കൊടുത്തിട്ട് അവനോട് തന്നെ ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. എടാ ഒന്ന് കഴിച്ചു നോക്കി. ഓണസ്റ്റ് ആയിട്ടുള്ള കാര്യം പറയണേ. ഓണസ്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ആവാൻ പറ്റില്ല കേട്ടോ. അപ്പൊ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി.